ഭയങ്കര ഒരു ഫീലാണോ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയും സ്റ്റുഡൻസ് കേട്ട് നിൽക്കുക പറയണത്. ഹലോ ഗായ്സ്, ഇതിന്റെ ചിരി കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഭയങ്കര ഹാപ്പിയുള്ള ദിവസമാണ്. ഇന്ന് നമ്മളൊരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂത്തെ ഫസ്റ്റ് ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് 23-ാം വയസ്സിൽ CA ക്വാളിഫൈഡ് ആയത്? അത് കേട്ടപ്പോൾ എൻ്റെ പൊന്നെ കയ്യിലെ രോമാഞ്ചം മൊത്തം നീച്ചുന്നു. 19-ാം വയസ്സിൽ CA ക്വാളിഫൈഡ് ആയത് നന്ദിനി അഗർവാളിന് അപ്പോൾ എത്ര പൊലിവായിണ്ടാവും അല്ലേ? ഞാൻ അത് ആലോചിക്കണേ. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നേരെ നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാന്ന് കരുതി CA ഫൗണ്ടേഷൻ CA ഇന്റർവ്യൂ ക്ലാസ് കയറി അവർക്ക് വേണ്ട കുറച്ച് പറഞ്ഞു കൊടുത്തു. ഞാൻ വീണ്ടും 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 പറയാം, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടായാലും എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. എനിക്കറിയണ കാര്യമൊക്കെ വള്ളി പുള്ളി തെറ്റാണ്ട് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഒരു ഫീലാടോ നമ്മൾ പറയണ കാര്യം ഇത്രയും സ്റ്റുഡൻസ് തന്നെ കേട്ട് നിൽക്കുക പറയണേ. മാക്സിമം എല്ലാവരും CA പാസ്സാവാൻ നോക്കുക. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. പിന്നെ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ബുക്ക് ചോദിച്ചിട്ടുണ്ട് CA ഫൈനലിൻ്റെ. സോ ആ ബുക്കെല്ലാം എടുത്ത് അവൾക്ക് കൊടുക്കാൻ വേണ്ടി കാറെടുത്ത് പോയി. ബുക്കിന് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ ബുക്ക് എന്നെ വിട്ട് പോവാണ് ഗൈസ്. സങ്കടം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. പിന്നെ വേറെ ഒരാൾക്ക് പഠിക്കാൻ വേണ്ടി എല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണീരങ്ങ് തുടച്ച്. നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ഞാൻ ബുക്കൊന്നും പൊട്ടിച്ച് പോലും നോക്കിയിട്ടില്ല. ബുക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വൃത്തി കൊടുക്കണം, ഒരു പൊടിയും ചളിയില്ലാണ്ട്. രാത്രി നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഓഫീസിലെ മാമിൻ്റെ കുട്ടീൻ്റെ. ആള് മാമിനെ പോലെ തന്നെ ക്യൂട്ടാണേലും ഭയങ്കര സാധന. ചെക്കൻ ക്യൂട്ട്നെസ് വാരി വെതറി എറിയാ. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ രണ്ടാളും ഡ്രസ് കോഡാണ് പറഞ്ഞ് നല്ല പൊലിവിൽ നിൽക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഡ്രസ് കോഡാണെന്ന്? പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ അത്രയുള്ളൂ. ഓക്കെ, ബായ്.